ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വെറൈറ്റി റെസിപ്പിയുടെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പച്ചമാങ്ങ വെച്ചിട്ടുള്ളൊരു ഹൽവയാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. മാങ്ങ വെച്ചിട്ട് ഒരുപാട് റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. കൈക്ക് വൃത്തിയാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തൊലി വേണമെങ്കിൽ കളയും, ഞാനിത് തൊലി കളഞ്ഞിട്ടില്ല. ഇത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ചെനച്ചിട്ടുണ്ടായിരുന്നു. ചെനച്ചതെന്ന് പറയുമ്പോൾ പച്ചമാങ്ങിന് ജസ്റ്റ് ഒന്നും കൂടെ ആയത്. ഇത് കട്ട് ചെയ്ത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു 2 ഏലക്കായുടെ കുരുവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം സെറ്റാക്കി മിക്സിയിൽ കറക്കാൻ നിന്നപ്പോഴത്തേന് കറണ്ട് പോയി. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഏതായാലും കറണ്ടൊക്കെ വന്ന് വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കലക്കിയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ നല്ലതുപോലെ ചേർത്ത് നല്ലതുപോലെ ഫൈനാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പച്ചമാങ്ങയും കോൺഫ്ലോറും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. സംഭവം ഞാനിതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും ഞാനിത് ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ 1 ടീസ്പൂൺ നെയ്യിൽ തന്നെയാണ് നമ്മൾ ഹൽവ റെഡിയാക്കി എടുക്കുന്നതും. ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് പൊരിച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നെയ്യ് തന്നെ മതിയാകും. അപ്പോൾ ചൂടായ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചമാങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ള മാങ്ങക്ക് നല്ല പുളിപ്പായതുകൊണ്ട് തന്നെ അര കപ്പ് പഞ്ചസാര എടുത്തത് തീരെ മധുരമില്ലായിരുന്നു, പുളിയായിരുന്നു മുന്നിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ പഞ്ചസാര ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോകരുത്. ഇത് റെഡിയാകാനായിട്ട് ഓവർ ടൈമൊന്നും ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടും. ചട്ടിയിൽ നിന്ന് വിട്ടുവരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മൾ ഈ മിക്സ് ഒഴിക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് നെയ്യൊന്ന് തടവിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാനായിട്ടൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് മറ്റേ പാത്രത്തിലേക്ക് മാറ്റുന്ന ആ ടൈമിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർക്കേണ്ടിയിരുന്നു. ഞാനത് വിട്ടുപോയി, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്.